പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് ലോകത്തിന്റെ പലയിടങ്ങളിലും യുദ്ധസമാനമായ സാഹചര്യങ്ങളോ ചിലയിടത്തൊക്കെ യുദ്ധമോ അതേപോലെ തന്നെ ലോകത്തെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഭരണ പ്രതിസന്ധിയോ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ ലോകത്തിലെ ചില രാജ്യങ്ങളിൽ നേതാക്കന്മാരുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ഭരണാധിപന്മാരുടെ ജനപ്രീതിയും ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഭാരതത്തെ, ഇന്ത്യയെ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുകയാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ജനപ്രീതി നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് പല സർവേകളും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. രാജ്യത്താകമാനം വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഭരണ സംവിധാനത്തെ, നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി, ഭരണത്തിൽ നിന്നും നരേന്ദ്രമോദിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ചില ലോബികളും അതേപോലെ തന്നെ രാജ്യത്തെ ചില മാധ്യമ പ്രവർത്തകരും, ചില മാധ്യമങ്ങളും, അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നു എന്നുള്ള വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള ഭരണ സംവിധാനത്തെ, നിലവിലുള്ള സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ പുറത്താക്കണം എന്ന നിലയ്ക്കുള്ള, അതിനു വേണ്ടിയിട്ട് വലിയ തോതിൽ വിദേശത്തു നിന്നും പണം ഇന്ത്യയിലേക്ക് ഒഴുകുകയാണ്. ചില NGOകൾക്കും അതേപോലെ തന്നെ മോദി വിരുദ്ധ ചേരിയിലുള്ള ചില മാധ്യമങ്ങൾക്കും, അതേപോലെ തന്നെ മോദി വിരുദ്ധ പ്രതിപക്ഷത്തിനും, മോദിയെ ശക്തമായി എതിർക്കുന്ന ചില പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ വിദേശ ഫണ്ട് കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതകളാണ് പുറത്തു വരുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചിലര് തീരുമാനിക്കുന്നു. അതിനനുസരിച്ച് പണം ഒഴുക്കുന്നു. ആ പണത്തിന്റെ ബലത്തിൽ പല രീതിയിലുമുള്ള ആസൂത്രണങ്ങൾ, മോദി സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നു, പല വസ്തുതകളും അടിവരയിട്ട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, മോദി സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഒരു രാജ്യത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് അജണ്ടയോടുകൂടി കഥകൾ മെനയുന്ന CNN ന്യൂസിന്റെ, CNN ചാനലിന്റെ സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള ക്രിസ്ത്യാൻ അമൻപൂർ, അവരും മോദി സർക്കാരിനെതിരെ വന്നിരിക്കുകയാണ്. അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അത് മോദി സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്നത് മോദി സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ആഗോള പരിശ്രമം, കൃത്യമായ ഗൂഢാലോചനയോട് കൂടിയുള്ള ഈ പരിശ്രമം, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ക്രിസ്ത്യാൻ അമൻപൂരിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. US ഇറാഖ് യുദ്ധം, അഫ്ഗാൻ യുദ്ധം, അതേപോലെ തന്നെ 5 അറബ് രാജ്യങ്ങളിലെ സർക്കാരുകളെ തള്ളിത്താഴെയിട്ട മുല്ലപ്പൂ വിപ്ലവം, ഇങ്ങനെ ഭരണത്തെ തകർക്കാൻ വേണ്ടിയിട്ട്, ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് യുദ്ധങ്ങൾ ഉണ്ടാകുന്നിടത്തോ, അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നിടത്തോ വരുന്ന റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന CNN സീനിയർ TV റിപ്പോർട്ടറാണ് ക്രിസ്ത്യാൻ അമൻപൂർ. ഇങ്ങനെയുള്ള ക്രിസ്ത്യാൻ അമൻപൂർ കഴിഞ്ഞ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കയുമായിട്ട് ഒരു അഭിമുഖം നടത്തുകയുണ്ടായി. ഈ അഭിമുഖത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെയും അഭിജിത്ത് ദീപ്കയും വലിയ തോതിൽ പുകഴ്ത്തിയും, അതേപോലെ മോദി സർക്കാരിനെ പരമാവധി ഇകഴ്ത്തിയും, അതുപോലെ തന്നെ മോദി സർക്കാരിനെ വിമർശിച്ചിട്ടുമാണ് ഇവര് ഈ റിപ്പോർട്ട് തയ്യാറാക്കി അത് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ ചില കലാപങ്ങൾ ഉണ്ടാകണമെന്നും മോദി സർക്കാരിനെ പുറത്താക്കണമെന്നും ഉള്ള രീതിയിൽ പുതിയ ചില കഥകൾ മെനയുവാൻ വേണ്ടിയിട്ട് പല മാധ്യമങ്ങളും, അതേപോലെ തന്നെ വിദേശ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന പല രാജ്യത്തുള്ള പല NGOകളും ചില പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അങ്ങനെ അതിന്റെ ഒക്കെ പിൻബലത്തിലാണ് ഇപ്പോൾ CNN തന്നെ റിപ്പോർട്ടറായിട്ടുള്ള, സീനിയർ ലേഖിക റിപ്പോർട്ടറായിട്ടുള്ള ഈ ക്രിസ്ത്യാൻ അമൻപൂർ അഭിജിത്ത് ദീപ്കയുമായിട്ട് നടത്തിയ ഇന്റർവ്യൂ. ക്രിസ്ത്യാൻ അമൻപൂർ അഭിജിത്ത് ദീപ്കയുമായിട്ട് നടത്തിയ ഈ ഇന്റർവ്യൂവിൽ ലോകമാകെ തരംഗമായി മാറിയ ശബ്ദമാണ് അഭിജിത്ത് ദീപ്കയുടെ എന്നും, അതേപോലെ തന്നെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കിയ CJPയെ വലിയ തോതിൽ പുകഴ്ത്തി, മോദിക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് CJP എന്നും ഒക്കെ ഉള്ള അവരുടെ പറച്ചിൽ, അവരുടെ പുകഴ്ത്തൽ
ഈ ഇന്റർവ്യൂവിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ അഭിമുഖത്തിൽ അഭിജിത്ത് ദീപ്കെ ഒട്ടനവധി കല്ലുവെച്ച നുണക്കഥകളാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്. അഭിജിത്ത് ദീപ്കെ പറയുന്നത് മോദി സർക്കാർ പ്രതിഷേധിക്കുന്നവർക്കെതിരെ അതിനിഷ്ഠൂരമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള രീതിയിലുള്ള മർദ്ദനമുറകളാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ അഭിജിത്ത് ദീപ്കെ പറയുകയാണ്, CJPയുടെ ഈ സമരത്തിന് വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ദില്ലി പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം താൻ കണ്ടു എന്ന് പറയുന്നു. ഇന്ത്യയിൽ മറ്റൊരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാത്ത, ഒരു മാധ്യമവും പറയാത്ത കഥകളാണ്, കല്ലുവെച്ച നുണക്കഥകളാണ് അഭിജിത്ത് ദീപ്കെ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനി അങ്ങോട്ട് ഇതുപോലെയുള്ള അസത്യ പ്രചരണങ്ങൾ, കല്ലുവെച്ച നുണക്കഥകളായിരിക്കും സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുക. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും അതേപോലെ തന്നെ വിദേശ ഫണ്ടിങ്ങോടുകൂടി നടത്തപ്പെടുന്ന സ്വീകരിക്കുന്ന NGOകളും അവരൊക്കെ ഈ കല്ലുവെച്ച നുണക്കഥകൾ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കും. രാജ്യത്തെ യുവാക്കളെ സർക്കാരിനെതിരെ തിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കപ്പെടുന്ന ഇത്തരം നുണക്കഥകൾ, ആ നുണക്കഥകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള ശ്രമം ഇനി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനവും BJPയും രാജ്യത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഇത്തരം ശ്രമങ്ങളെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ അത് രാജ്യത്തിന് ക്ഷീണം സംഭവിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് ഇന്ന് അഴിമതിരഹിതവും സുതാര്യവുമായിട്ടുള്ള ഒരു ഭരണമാണ് നടക്കുന്നത്. അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ രാജ്യം വലിയ കുതിച്ചുകയറ്റമാണ് നടത്തുന്നതെന്ന് ലോകത്തുള്ള നിരവധിയായിട്ടുള്ള രാജ്യങ്ങൾ അഭിപ്രായപ്പെടുന്നു. അഴിമതിയില്ലാത്ത വളരെ നല്ല ഒരു ഭരണം ഇന്ത്യയിൽ നടക്കുന്നു എന്ന് എല്ലാ സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഈ ഭരണത്തെ അട്ടിമറിക്കുവാൻ, ഈ ഭരണം ദീർഘകാലം നിലനിൽക്കും, ജനങ്ങൾ ഈ ഭരണത്തെ സ്വീകരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഭരണത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ആഗോള തലത്തിൽ ഒരു ഗൂഢാലോചന, അതിന്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള വിദേശ ഫണ്ടിങ്, ഇതൊക്കെ നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പല മാധ്യമങ്ങളും നുണക്കഥകൾ സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്നു. യുവതി യുവാക്കളെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടക്കുന്നു. ഇനി അങ്ങോട്ട് ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇനി കൂടുതൽ കരുത്തോടു കൂടി നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ വളരെ ജാഗ്രതയോടുകൂടി, ഭരണ സംവിധാനം വളരെ ജാഗ്രതയോടുകൂടി ഇത്തരം ശക്തികളെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെയുള്ള നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ അത് വലിയ തോതിൽ രാജ്യത്തിന് ഗുരുതരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.